ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടോപ്പ് 20 ഇൻസൈറ്റ്സ് ഫ്രം റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ ബൈ ജെസ്സി ലിവർമോർ. ഓക്കെ, ട്രേഡിങ്ങിൻ്റെ ബൈബിൾ എന്ന് പറയാവുന്ന ഒരു ബുക്കാണ് റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിങ്ങിൻ്റെ ബൈബിളായിട്ടാണ്, അല്ലെങ്കിൽ ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബൈബിൾ എന്നാണ് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന പുസ്തകം അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ട്രേഡേഴ്സിൻ്റെ ബൈബിൾ എന്ന് നമുക്ക് വേൾഡ് വൈഡ് പറയാൻ പറ്റുന്ന ഒരു നമ്പർ 1 ബുക്കാണ് ജെസ്സി ലിവർമോറിൻ്റെ റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ. ലോകത്തിലെ തന്നെ നമ്പർ 1 ട്രേഡർ ഇപ്പോഴും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ ഉത്തരമേ പറയാനുണ്ടാകൂ, അത് ഇദ്ദേഹം തന്നെയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്കത് കാണാൻ പറ്റും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ 14-ാം വയസ്സ് തൊട്ട് തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ അഗാധമായ അറിവും പല കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ള 20 ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ലെസൺ ബിഹൈൻഡ് വൺ ഓഫ് ഹിസ്റ്ററീസ് മോസ്റ്റ് ലെജൻഡറി ട്രേഡേഴ്സ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പരിജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ് അല്ലെങ്കിൽ ഒരു വേർഡാണിത്. ആഫ്റ്റർ സ്പെൻഡിങ് മെനി ഇയേഴ്സ് ഇൻ വാൾ സ്ട്രീറ്റ് ആൻഡ് ആഫ്റ്റർ മേക്കിംഗ് ആൻഡ് ലോസിങ് മില്യൺസ് ഓഫ് ഡോളർ. അതായത് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മില്യൺസ് ഓഫ് ഡോളേഴ്സ്, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള മില്യൺസ് ഓഫ് ഡോളേഴ്സ്. ഓക്കെ, അതിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. I want to tell you this, it never was my thinking that made the big money for me. അദ്ദേഹം വിചാരിച്ച ഡിറക്ഷനിൽ മാർക്കറ്റ് പോയത് കൊണ്ടല്ല അദ്ദേഹത്തിന് ബില്യൺസ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് മണി ഉണ്ടാക്കാൻ പറ്റിയത്, മില്യൺസ് ഓഫ് ഡോളർ ഉണ്ടാക്കാൻ പറ്റിയത്. മറിച്ച് ഇറ്റ് വാസ് ഓൾവേസ് ബൈ മൈ സിറ്റിംഗ് ഗോട്ട് ദാറ്റ് മൈ സിറ്റിംഗ് ടൈറ്റ്. അതായത് അദ്ദേഹത്തിന് ഒരു പൊസിഷനിൽ കയറി കഴിഞ്ഞതിന് ശേഷം അതായത് വെറുതെ അവിടെ ഇരിക്കാൻ പറ്റുക, അതായത് ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ പേഷ്യൻറ്റോടെ ആ പൊസിഷനെ കംപ്ലീറ്റ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയതാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ മില്യൺസ് ലാഭം ഉണ്ടാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ നമ്പർ 1 ട്രേഡർ എന്ന് അറിയപ്പെടാൻ പറ്റിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, ജെസ്സി ലോറിൻസ്റ്റൺ ലിവർമോർ. ഓക്കെ, കണ്ടന്റ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജെസ്സി ലിവർമോർ വാസ് നോട്ട് ജസ്റ്റ് എനി ട്രേഡർ. ഒരു ട്രേഡർ മാത്രമല്ല അദ്ദേഹം. ഹി വാസ് നോൺ ഫോർ മേക്കിംഗ് ആസ്ട്രോണമിക്കൽ ഗെയിൻസ് ഡ്യൂറിങ് മാർക്കറ്റ് ക്രാഷസ്. അതായത് മാർക്കറ്റ് ക്രാഷിൻ്റെ ഒരു സമയത്ത് 1929 മാർക്കറ്റ് ക്രാഷ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ ഒരു സമയത്ത് നമ്മൾക്കൊക്കെ ചിന്തിക്കാവുന്നതിനും അപ്പുറം, അതായത് നിങ്ങളിപ്പോൾ ഒരു INR ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1500 കോടി രൂപ, അങ്ങനെ ഒരു നേട്ടമാണ് ഇദ്ദേഹം ഇവിടെ നേടിയിരിക്കുന്നത്. 1500 കോടി ഒറ്റ ട്രേഡിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, ഹിസ് ബോൾഡ് മൂവ്സ് ആൻഡ് പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ് സൈക്കോളജി ഹവ് മേഡ് ഹിം എ ടൈംലെസ് ഫിഗർ ഇൻ ട്രേഡിംഗ് ലോർ. In this video we are diving into 20 key insights from his classic book Reminiscence of a Stock Operator that can change how you see trading forever. Okay, ഈ കാര്യങ്ങൾ വൈ ദീസ് ലെസൺ മാറ്റർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെ മാറ്റർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ജെസ്സി ലിവർമോർസ് പ്രിൻസിപ്പൾസ് ഗോ ബിയോണ്ട് ടെക്നിക്കൽ അനാലിസിസ്. ദേ റിവീൽ എ ഫിലോസഫി ബിൽറ്റ് ഓൺ ഡിസിപ്ലിൻ, പേഷ്യൻസ് ആൻഡ് കീൻ ഒബ്സർവേഷൻ. അദ്ദേഹത്തിന് കൂടുതലായിട്ടും അദ്ദേഹം പ്രതിപാദിക്കുന്നത് എന്താണ്? അച്ചടക്കവും അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമയും, പിന്നെ മാർക്കറ്റിനെ കീപ്പായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻ്റൽ സ്റ്റേജും, അല്ലേ? വെദർ യു ആർ എ ബിഗിനർ ഓർ എ സീസൺഡ് ട്രേഡർ, ഹിസ് ഇൻസൈറ്റ്സ് ഹോൾഡ് ടൈംലെസ് റെലവൻസ്. കാലം എത്ര കടന്നു പോയാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഉൾക്കാഴ്ചകൾ ഇനിയും ഭാവിയിലും ഇങ്ങനെ തന്നെ ട്രേഡിങ്ങിൽ നടക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി ട്രേഡിംഗ് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഒരു റെലവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിയും പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഒരുപാട് വലിയ ട്രേഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഒക്കെ ഇപ്പോഴും പലരും ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, the game of speculation is the most fascinating game in the world, but it is not a game for the stupid, the mentally lazy, the person of inferior emotional balance, or the get rich quick adventurer. They will die poor. അതായത് ഗെയിം ഓഫ് സ്പെക്കുലേഷൻ, അതായത് പ്രവചിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഗെയിം ഇൻ ദ വേൾഡ്.
ഓക്കെ, ഒരുപാട് നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഗെയിം ഫോർ ദ സ്റ്റുപ്പിഡ്. ഒരു മണ്ടനുള്ള കളിയല്ല ഇത്, എല്ലാവർക്കും പറ്റുന്ന ഒരു കളിയല്ല. അതായത് മാനസികമായി തളർച്ചയുള്ള ഒരാൾക്ക് പറ്റിയ കളിയല്ല ഇത്. ദ പേഴ്സൺ ഓഫ് ഇൻഫീരിയർ ഇമോഷണൽ ബാലൻസ്, അതായത് മനുഷ്യൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഗെയിം അല്ല ഇത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓർ ടു ദ ഗെറ്റ് റിച്ച് ക്വിക്ക് അഡ്വഞ്ചറർ, അതായത് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് ആരും തന്നെ ട്രേഡിങ്ങിലേക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദേ വിൽ ഡൈ പുവർ, അതായത് അവർ മരിക്കും, പാവപ്പെട്ടവനായിട്ട് തന്നെ മരിക്കും എന്നാണ് അദ്ദേഹം പച്ചക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നോ യുവർ സെൽഫ് ആസ് എ ട്രേഡർ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ യുവർ സെൽഫ് ആസ് എ ട്രേഡർ. ലിവർമോർ ബിലീവ്ഡ് ദാറ്റ് എ ട്രേഡേഴ്സ് സക്സസ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് അവെയർനെസ്, അതായത് ഒരു വ്യക്തി സ്വയം തിരിച്ചറിയുക. ഹി സ്പെൻഡ് ഇയേഴ്സ് ഫിഗറിംഗ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് അലൈൻഡ് വിത്ത് ഹിസ് പേഴ്സണാലിറ്റി. ഓക്കെ, ടീച്ചിങ് അസ് ദാറ്റ് എ ട്രേഡിംഗ് സ്റ്റൈൽ ഷുഡ് ഫിറ്റ് യുവർ ടെമ്പറമെൻറ്റ്, നോട്ട് അതർ വേ അറൗണ്ട്. ഓക്കെ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ തിരിച്ചറിയുക, നിങ്ങളൊരു ട്രേഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്പെൻഡ് ഇയേഴ്സ് ഓഫ് ഫിഗറിംഗ് ഔട്ട് ട്രേഡിംഗ് അലൈൻഡ് വിത്ത് പേഴ്സണാലിറ്റി, ടീച്ചിങ് അസ് ദാറ്റ് ട്രേഡിംഗ് സ്റ്റൈൽ ഷുഡ് ഫിറ്റ് യുവർ ടെമ്പറമെൻറ്റ്. ഓക്കെ, നിങ്ങൾക്കത് പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ഒക്കെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. കാരണം സൈക്കോളജി വെച്ച് കളിക്കുന്ന ഒരു കളിയാണിത്. ഓക്കെ, ആ സൈക്കോളജി വെച്ച് കൃത്യമായി കളിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ഈ കളിയിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും. പിന്നീട് രണ്ടാമത് എന്താ പറയുന്നത്, പേഷ്യൻസ് ഈസ് എ വെർച്യു. പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ. ലിവർമോർ വാസ് എ മാസ്റ്റർ ഓഫ് വെയിറ്റിംഗ്. പറഞ്ഞില്ലേ, മാസ്റ്റർ ഓഫ് വെയിറ്റിംഗ്, അതായത് ഒരു ട്രേഡിൽ അദ്ദേഹത്തിന് ഒരുപാട് തവണ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ട്രേഡറിന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവം ഒരു ട്രേഡർക്കില്ല എങ്കിൽ യാതൊരു കാരണവശാലും അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പേഷ്യൻസ് ഈസ് എ വെർച്യു. വെർച്യു മീൻസ് പുണ്യം, അതായത് ക്ഷമ എന്ന് പറയുന്ന ഒരു പുണ്യം ഉള്ള പോലെ തന്നെയാണ്. ഓക്കെ, അത്രയും എന്താ പറയുക, ബിഹേവിയർ ദാറ്റ് ഷോയിങ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, he understood that making money in the market is not about constant action but waiting for the right momentum to strike. അതായത് ക്ഷമിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഒരു നല്ലൊരു പൊസിഷനിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈമിംഗ്. Timing is everything. Even profitable stocks can be poor investment if bought at the wrong moment. അതായത് സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അതിൻ്റെ ഒരു നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്ക്, ഓക്കെ, അതിപ്പം അത് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഏകദേശമായ ഒരു റീജിയനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ നേരെ ആ ട്രേഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിയുന്നത്. അപ്പം നിങ്ങൾ നല്ല സ്റ്റോക്കാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വലിയൊരു പൈസ കൊണ്ടിട്ടാൽ ചിലപ്പം അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റ് ആയിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത്, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ട്രേഡ് കയറുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ പ്രോഫിറ്റബിൾ സ്റ്റോക്സ് ക്യാൻ ബി പുവർ ഇൻവെസ്റ്റ്മെന്റ് ഇഫ് ബോട്ട് അറ്റ് ദ wrong moment. ഓക്കെ, ലിവർമോർ സ്റ്റഡിഡ് നോട്ട് ജസ്റ്റ് പ്രൈസ് ബട്ട് വെൻ ടു എൻ്റർ ആൻഡ് വെൻ ടു എക്സിറ്റ്. എപ്പോൾ കയറണം അതുപോലെ തന്നെ എപ്പോൾ ട്രേഡിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നല്ലതാണ്, ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഫണ്ടമെൻ്റലി ഒക്കെ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ആ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൻ്റെ സമയം കറക്റ്റായിട്ട് നോക്കണം. വിച്ച് മീൻസ് ആ ട്രേഡ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ആണോ അല്ലെങ്കിൽ ഓൾ ടൈം ലോ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, ഒരുപാട് ട്രേഡേഴ്സ് പറയുന്ന പോലെ തന്നെ കട്ട് ലോസസ് ക്വിക്ക്ലി. മാർക്കറ്റ് വിസാർഡ്സ് എന്ന് പറയുന്ന ബുക്കിലും നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണല്ലോ ഈ കാര്യം. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മാർക്കറ്റ് വിസാർഡ്സ് എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ആ ബുക്കിൽ റിവീൽ ചെയ്തിട്ടുണ്ടല്ലേ. ആ ബുക്കിൻ്റെ ലിങ്ക് നമ്മൾ മുകളിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഹി വാസ് റൂത്ത്ലെസ് അബൌട്ട് കട്ടിങ് ലോസസ്. ഓക്കെ, യാതൊരു കരുണയും അദ്ദേഹം കാണിച്ചിരുന്നില്ല ലോസ് കട്ട് ചെയ്യുന്നതിൽ. ഹോൾഡിംഗ് ഓൺ ടു ലോസിംഗ് ട്രേഡ്സ് ഇസ് ഡ്രൈവൺ ബൈ ഹോപ്പ്. പ്രതീക്ഷ എന്ന് പറയുന്ന ഒറ്റ മണ്ടത്തരം കൊണ്ടാണ് നിങ്ങൾ എന്താ പറയുക ലോസിംഗ് ട്രേഡ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതായത് നഷ്ടത്തിലേക്ക് പോകുന്ന ട്രേഡിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കേവലം പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേങ്കിൽ ഇദ്ദേഹം നിഷ്കരുണം എന്ത് ചെയ്യും, കട്ടിങ് ലോസസ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിക്കാറുണ്ട്. നോട്ട് സ്ട്രാറ്റജി. ലിവർമോർ ഓൾവേസ് പ്രിഫേർഡ് എ സ്മോൾ ലോസ് ടു ദ റിസ്ക് ഓഫ് എ ലാർജർ വൺ. ഓക്കെ,
ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് സെൽ വാട്ട് ഷോസ് യു എ ലോസ് ആൻഡ് കീപ് വാട്ട് ഷോസ് യു എ പ്രോഫിറ്റ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് പ്രോഫിറ്റിലും ലോസിലും എന്താ പറയുക പെട്ടെന്ന് തന്നെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ പ്രോഫിറ്റിലാണ്, പച്ച കത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയ്യും കെട്ടിയിരിക്കാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ നഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് മാറണം. ഓൾവേസ് സെൽ വാട്ട് ഷോസ് യു എ ലോസ് ആൻഡ് കീപ് വാട്ട് ഷോസ് യു എ പ്രോഫിറ്റ്. 500 രൂപയാണ് ലാഭമെങ്കിലും കയ്യും കെട്ടിയിരിക്കുക. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ വലിയ റിട്ടേൺസ്, വലിയ നേട്ടത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ, അതും മനുഷ്യൻ്റെ ഹ്യൂമൻ ഇമോഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഡോണ്ട് റിലൈ ഓൺ ടിപ്സ്. ലിവർമോർ ലേൺഡ് ദാറ്റ് ദ ഹാർഡ് വേ ദാറ്റ് സ്റ്റോക്ക് ടിപ്സ് ഫ്രം അതേഴ്സ്. Even experts could lead to costly mistakes. His own analysis always outweighed any hot tips. അതായത് മറ്റുള്ളവരുടെ ടിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്ത് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ടിപ്സ് കേട്ടുകൊണ്ട് ട്രേഡ് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാർഡ് വേ ദാറ്റ് സ്റ്റോക്ക് ടിപ്സ് ഫ്രം അതേഴ്സ്. ഈവൻ എക്സ്പേർട്സ് കുഡ് ലീഡ് ടു കോസ്റ്റ്ലി മിസ്റ്റേക്സ്. ഹിസ് ഓൺ അനാലിസിസ് ഓൾവേസ് ഔട്ട്വെയ്ഡ് എനി ഹോട്ട് ടിപ്സ്. അതായത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അനാലിസിസ് തന്നെയാണ് ട്രേഡിങ്ങിൽ മോസ്റ്റ്ലി വിജയം നിങ്ങൾക്ക് കൊണ്ടുതരിക. ഓക്കെ, അടുത്ത കാര്യം എന്താണ് പറയുന്നത്? ദ മാർക്കറ്റ് ഈസ് നെവർ റോങ്. മാർക്കറ്റ് ഒരു കാരണവശാലും തെറ്റല്ല. ഹി ബിലീവ് ദാറ്റ് ഇറ്റ്സ് ഡേഞ്ചറസ് ടു തിങ്ക് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് റോങ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്തു. ഓക്കെ, ആ പൊസിഷൻ എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ആ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പൊസിഷൻ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകും. ബട്ട് മാർക്കറ്റ് ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആവുക അല്ലേ. അപ്പം ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് യാതൊരു കാരണവശാലും തെറ്റല്ല, മാർക്കറ്റ് ഏതോ ഭാഗത്താണോ പോകുന്നത് അതാണ് ശരി എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിംഗ് ദ മാർക്കറ്റ് ഹി ലുക്ക്ഡ് ഇൻവാർഡ്, കോൺസ്റ്റന്റ്ലി റിഫൈനിങ് ഹിസ് അപ്രോച്ച് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ഫ്രം ഹിസ് ട്രേഡേഴ്സ്. അതായത് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് അതാണ് ശരി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാർക്കറ്റ് യാതൊരു കാരണവശാലും തെറ്റാവില്ല. ഒബ്സേർവ് മാർക്കറ്റ് സൈക്കിൾസ്. മാർക്കറ്റിന് പല സൈക്കിൾസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ലിവർമോർ നോട്ടീസ്ഡ് ദാറ്റ് മാർക്കറ്റ്സ് ഫോളോ സെർട്ടൈൻ സൈക്കിൾസ് ആൻഡ് ട്രെൻഡ്സ്. റെക്കഗ്നൈസിംഗ് ദീസ് സൈക്കിൾസ് ഹെൽപ്പ് ഹിം ആൻറ്റിസിപ്പേറ്റ്സ് ഷിഫ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ഹിസ് പൊസിഷൻ അക്കോർഡിംഗ്ലി. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ നിഫ്റ്റിയിലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പോലെയുള്ള എന്താ പറയുക ഇൻഡെക്സ് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില വീക്കുകളിൽ മാർക്കറ്റ് ഒരേ രീതിയിൽ തന്നെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിലെ ബുധനാഴ്ച സംഭവിച്ച പോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ബുധനാഴ്ചയും സംഭവിച്ചിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ നിങ്ങൾ പല ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മാർക്കറ്റിന് കൃത്യമായിട്ടുള്ള പല സൈക്കിൾസും അല്ലെങ്കിൽ പല സ്റ്റോക്സിനും അതേപോലെ തന്നെ സൈക്കിൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഒബ്സർവേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് അല്ലേ, കൃത്യമായിട്ടുള്ള നിരീക്ഷണം. ഒരു ട്രേഡറിന് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം അല്ലേ. അടുത്തത് എന്താണ് പറയുന്നത്? ഡോണ്ട് പ്രെഡിക്റ്റ്. പ്രവചിക്കരുത് എന്നാണ് പറയുന്നത്. ഫോളോ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ള പ്രവചനം പാടില്ല. മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുക. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഹിസ് അപ്രോച്ച് വാസ് നോട്ട് ടു പ്രെഡിക്റ്റ് വേർ ദ മാർക്കറ്റ് വുഡ് ഗോ ബട്ട് ടു ഫോളോ ഇറ്റ്സ് ഡയറക്ഷൻ. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ ഡയറക്ഷനിലേക്ക് പോകുക. ലിവർമോർ ടോട്ട് ദാറ്റ് സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആർ ദ വൺസ് ഹൂ ഫ്ലോ വിത്ത് ദ മാർക്കറ്റ് നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് വിജയിച്ച ട്രേഡർ എന്ന് പറയുന്നത് മാർക്കറ്റിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അല്ലാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയി അതൊരു ഓവറായിട്ട് ബോട്ട് ചെയ്തൊരു സോണാണ്, അവിടെ നിന്ന് താഴോട്ടേക്കാണ് വരിക, ഓപ്പോസിറ്റാണ് വരിക എന്ന് പറഞ്ഞിട്ട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളുകളൊന്നും ദീർഘകാലത്ത് വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വീണ്ടും മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് അപ്പ് ട്രെൻഡെങ്കിൽ മാർക്കറ്റിനുള്ളത്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡെങ്കിൽ നിങ്ങൾ ഡൗൺ ട്രെൻഡിലോട്ടേക്ക് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്യാപിറ്റൽ പ്രിസർവേഷൻ. നിങ്ങളുടെ ക്യാപിറ്റലാണ്, അതിനെ പ്രിസർവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ലിവർമോർ എംഫസൈസ്ഡ്, ഊന്നി പറഞ്ഞു, ദാറ്റ് ട്രേഡിംഗ് ഈസ് അബൌട്ട് സർവൈവൽ. പ്രിസർവിംഗ് ക്യാപിറ്റൽ വാസ് ഓൾവേസ് ഹിസ് ഫസ്റ്റ് ഗോൾ. അതായത് നമ്മളെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്ത് വെക്കുക, ക്യാപിറ്റൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഗോൾ, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. കാരണം ക്യാപിറ്റൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നൊന്നും വന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് വെച്ച് കളിക്കാം.
ബട്ട് നിങ്ങൾ ക്യാപിറ്റൽ വെച്ചിട്ട് ഹൈ റിസ്ക് കളിച്ചാൽ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയി പോകും. പല ട്രേഡേഴ്സിനും അത് അനുഭവം ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ. ആസ് ഇറ്റ് അലൗഡ് ഹിം ടു സ്റ്റേ ഇൻ ദ ഗെയിം ലോങ് ഇനഫ് ടു ഫൈൻഡ് പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ്. 10ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് സ്കെയിൽ ഇൻ ആൻഡ് സ്കെയിൽ ഔട്ട് പൊസിഷൻ റാദർ ദാൻ ബെറ്റിംഗ് എവറിത്തിങ് അറ്റ് വൺസ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ട്രേഡിംഗ് ക്യാപിറ്റൽ മൊത്തം കൊണ്ടുപോയി ഒറ്റയടിക്ക് ബെറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത്, അല്ലെങ്കിൽ ലിവർമോർ സ്കെയിൽഡ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ട്രേഡ്സ്. ദിസ് ഗ്രാജുവൽ അപ്രോച്ച് അലൗഡ് ഹിം ടു സ്റ്റേ ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോണ്ട് ടു ന്യൂ ഇൻഫർമേഷൻ. അതായത് നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്തിട്ട് വേണം ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പൊസിഷൻ സൈസിങ് എന്താണ് എന്നറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഡോണ്ട് മാരി യുവർ പൊസിഷൻ. അതാണ് 11ാമത്തെ കാര്യം. ഹി ടോട്ട് ദാറ്റ് ബിക്കമിങ് ഇമോഷണലി അറ്റാച്ച്ഡ് ടു എ സ്റ്റോക്ക് ക്യാൻ ക്ലൗഡ് യുവർ ജഡ്ജ്മെൻറ്റ്. നിങ്ങളെന്താ പറയുക, നിങ്ങളുടെ ഭാര്യേനെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് സ്റ്റോക്കിന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റോക്കിൽ നിങ്ങൾ കയറി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബട്ട് ആ സ്റ്റോക്ക് നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആണ് പോകുന്നത്. ഓക്കെ, എഗെയിൻസ്റ്റ് ആണ് പോകുന്നത്, നിങ്ങൾ കയറിയതല്ലാതെ തിരിച്ച് മുകളിലേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ തന്നെ വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്ത് പിടിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടത്തിലേക്ക് പോകും. ഓക്കെ, അതുകൊണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു കാരണവശാലും ഒരു സ്റ്റോക്കിനോട് നിങ്ങൾക്ക് പാടില്ല എന്നാണ് പറയുന്നത്. ക്ലൗഡ് യുവർ ജഡ്ജ്മെന്റ്. ലിവർമോർ എംഫസൈസ്ഡ് ട്രീറ്റിംഗ് എവറി ട്രേഡ് വിത്ത് ഡിറ്റാച്ച്മെന്റ്. മണിയോട് ഡിറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ മണിയോട് ഡിറ്റാച്ച്മെന്റ് ഉള്ള ആളുകൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു ക്യൂട്ട് ഉണ്ട്. നിങ്ങളത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങൾക്ക് അതായത് അത്രത്തോളം അടുപ്പം പാടില്ല, അടുപ്പത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 12ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഓവർ ട്രേഡിംഗ്. ഓവർ ട്രേഡിംഗ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള കാര്യമാണല്ലേ. ഓവർ ട്രേഡേഴ്സ് ഒന്നും തന്നെ യഥാർത്ഥത്തിലൊരു ട്രേഡർ അല്ല. ട്രേഡിംഗ് ഔട്ട് ഓഫ് ബോർഡം ഓർ ഓവർ കോൺഫിഡൻസ് ഓഫൺ ലീഡ്സ് ടു പുവർ ഡിസിഷൻ. അതായത് നിങ്ങൾക്കൊരു ബോർ അടിക്കുന്നു എന്ന് പേരിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ അതൊരു ഓവർ ട്രേഡിംഗ് ആണ്. ഓക്കെ, അത് തെറ്റായ ഡിസിഷൻ, തെറ്റായ തീരുമാനമാണ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡിംഗ് രംഗത്ത് പരാജയപ്പെടും. ലിവർമോർ വാൺഡ് അബൌട്ട് ദ കോസ്റ്റ് ബോത്ത് മെന്റൽ ആൻഡ് ഫൈനാൻഷ്യൽ ഓഫ് ഓവർ ട്രേഡിംഗ്. പിന്നീട് പറയുന്നത് ഒബ്സർവ് ക്രൗഡ് ബിഹേവിയർ. ഹ്യൂമൻ സൈക്കോളജി ഡ്രൈവ്സ് ദ മാർക്കറ്റ്. ലിവർമോർ വാസ് എ മാസ്റ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ക്രൗഡ് ബിഹേവിയർ വിച്ച് അലൗഡ് ഹിം ടു ഫോർസീ പൊട്ടൻഷ്യൽ ബബിൾസ് ഓർ ക്ലാപ്സസ്. ഹ്യൂമൻ സൈക്കോളജി ഡ്രൈവ്സ് ദ മാർക്കറ്റ്. മനുഷ്യന്മാരുടെ സൈക്കോളജിയാണ് മാർക്കറ്റിന് ഡയറക്ഷൻ നിർണ്ണയിക്കുന്നത്. ഓക്കെ, വാസ് എ മാസ്റ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്രൗഡ് ബിഹേവിയർ. ക്രൗഡിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളായിരുന്നു ജെസ്സി ലിവർമോർ. വിച്ച് അലൗഡ് ഹിം ടു ഫോർസീ പൊട്ടൻഷ്യൽ ബബിൾസ് ഓർ കൊളാപ്സസ്. എവിടെയൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകും അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അദ്ദേഹം നിരന്തരമായിട്ടുള്ള ഒബ്സർവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കഴിവാണ്. 14ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡോണ്ട് ഓവർ ലെവറേജ്. ലിവർമോർ ബിലീവ്ഡ് ദാറ്റ് ലെവറേജ് ആംപ്ലിഫൈസ് റിസ്ക്. ഹി അഡ്വക്കേറ്റഡ് ഫോർ എ കെയർഫുൾ ബാലൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഗെയിൻ ആൻഡ് ദ സേഫ്റ്റി ഓഫ് യുവർ ക്യാപിറ്റൽ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ഭൂരിഭാഗം എടുത്തുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. ഒരു ചെറിയൊരു അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ ഓഫ് ക്യാപിറ്റൽ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 15ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെൻഡ്. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ടുവന്നതും അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറക്കിയതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഹി റോഡ് ട്രെൻഡ്സ് റാദർ ദാൻ ഫൈറ്റിംഗ് ദം. അതായത് ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിയിട്ട് അദ്ദേഹം മാക്സിമം ട്രെൻഡിനെ റൈഡ് ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ചെറിയൊരു ഓപ്ഷൻ പ്രൈസ് മാക്സിമം അത് റൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 20 റുപ്പീസിൻ്റെ പ്രീമിയം ചിലപ്പം 600-800 വരെ പല തവണ പോയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ട്രേഡിംഗ് ജേണിയിൽ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യം. ഓക്കെ, അങ്ങനെ നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളിയായി മാറും. ഫോർ ലിവർമോർ അലൈനിങ് വിത്ത് ഡോമിനന്റ് മാർക്കറ്റ് ഡിറക്ഷൻ വാസ് എ കീ ടു ഹിസ് മേജർ പ്രോഫിറ്റ്സ്. 16ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ക്ലിയർ പ്ലാൻ ഹെൽപ്ഡ് ലിവർമോർ മാനേജ് ഇമോഷൻസ് ആൻഡ് അവോയ്ഡ് ഇംപൾസീവ് ഡിസിഷൻ. He stuck to disciplined strategies to ensure consistency. നിങ്ങൾക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. പിന്നെ റെക്കോർഡ് യുവർ മിസ്റ്റേക്സ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ലിവർമോർസ് ഹാബിറ്റ് ഓഫ് റെക്കോർഡിംഗ് മിസ്റ്റേക്സ് ഹെൽപ്ഡ് ഹിം ലേൺ ആൻഡ് ഇവോൾവ് ഹിസ് സ്ട്രാറ്റജീസ് ഓവർ ടൈം.
ഹി ട്രീറ്റഡ് മിസ്റ്റേക്സ് ആസ് ലെസൺസ് റാദർ ദാൻ ഫെയിലിയർ. അതായത് നിങ്ങൾക്ക് പല തെറ്റുകളും ട്രേഡിങ്ങിൽ എപ്പോഴും കൊണ്ടിരുന്നേക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അത് എഴുതി വെക്കുക. പിന്നീട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ആ എഴുതി വെച്ച സാധനം എടുത്ത് നോക്കുക. നമ്മൾ മുമ്പേ ഈ തെറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇത്ര ലോസ് വന്നു. ഓക്കെ, നമ്മൾ ഇനി ഈ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ച സാധനം കാണാൻ നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ ആ ട്രേഡ് മാക്സിമം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് മാക്സിമം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, 18ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഡോണ്ട് ഫൈറ്റ് ദ മാർക്കറ്റ്. അറ്റംപ്റ്റിംഗ് ടു ഗോ എഗെയിൻസ്റ്റ് ദ മാർക്കറ്റ് ട്രെൻഡ് മോസ്റ്റ് ഓൾവേസ് ആൻഡ് പുവർ. അതായത് നമ്മളിത് പറഞ്ഞ കാര്യം തന്നെ, ട്രെൻഡിന് അനുസൃതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ട്രെൻഡ് നടത്താതിരിക്കുക അല്ലേ. ലിവർമോർ ടോട്ട് ദാറ്റ് ദ മാർക്കറ്റ് ഡയറക്ഷൻ ഷുഡ് ഓൾവേസ് ഇൻഫോം ട്രേഡിംഗ് ഡിസിഷൻ. അതായത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുക. 19ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അണ്ടർസ്റ്റാൻഡ് സ്റ്റോക്ക് മാനിപ്പുലേഷൻ. ഇൻ ലിവർമോർസ് ടൈം market manipulation was common and he learned to identify signs of manipulation to avoid being trapped. അതായത് മാനിപ്പുലേഷൻ എവിടെയൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് നോളജും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നോളജും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അല്ലേ. 20ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് മാർക്കറ്റ്സ്. മാർക്കറ്റ് പല രീതിക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റ് യാതൊരു കാരണവശാലും കോൺസ്റ്റൻ്റ് അല്ല. അപ്പം പല രീതിക്കും നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് ചേഞ്ച് വരുത്തേണ്ട സമയങ്ങൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങളെ സ്ട്രാറ്റജി കൂടുതലായിട്ടും മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്തുകൊണ്ട് പോവുക. മാർക്കറ്റ്സ് ആർ ഡൈനാമിക് ആൻഡ് ദ ലിവർമോർസ് എംഫസൈസഡ് ദ നീഡ് ടു അഡാപ്റ്റ് സ്ട്രാറ്റജീസ് ടു ചേഞ്ചിങ് കണ്ടീഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിലൈയിങ് ഓൺ പാസ്റ്റ് മെത്തേഡ്സ്. ഓക്കെ, ഒരുപാട് ടെക്നോളജിയൊക്കെ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അൽഗോരിതമിക് ട്രേഡിംഗ് ഒക്കെ ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഡിസ്ക്രിഷണറി ട്രേഡേഴ്സിന് പല പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ. ആ ഒരു രീതിയൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കറ്റ് ചേഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൈനാമിക്സിലുണ്ടായ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളെ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വി ഹോപ്പ് ദീസ് ഇൻസൈറ്റ്സ് ഫ്രം റെമിനിസൻസ് ഓഫ് എ സ്റ്റോക്ക് ഓപ്പറേറ്റർ ഹാവ് പ്രൊവൈഡഡ് യു വിത്ത് വാല്യൂ trading principles. Don't forget to like, share, subscribe. ഓക്കെ, അപ്പം നമ്മളുടെ ഈ വീഡിയോ ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റിവ്യൂവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.